ജസ്റ്റ് നിങ്ങളെ പറഞ്ഞെങ്ങനെ വെച്ചത് നിങ്ങളെ കുടുംബത്തിലെ ആളാന്ന് പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ്, എൻ്റെ പേര് പൊട്ടച്ചോല മുഹമ്മദ് എന്നാണ് അറിയപ്പെടുക. ഉപ്പാൻ്റെ പേര് ഏനിക്കുട്ടി, വല്യപ്പാൻ്റെ പേര് മൊയ്തീൻ, അവരുടെ ഉപ്പാൻ്റെ പേര് ഏനിക്കുട്ടി, അവരുടെ ഉപ്പാൻ്റെ പേരാണ് പടിയത്ത് മൊയ്തീനാജി. ഈ മൊയ്തീനാജി പടിയത്ത് പേര് വരാൻ കാരണം മമ്പുറം തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഖാദിമായിട്ട് വന്നിരുന്ന ഏനിക്കുട്ടി മുസ്ലിയാർ, ഏനിക്കുട്ടി മല്ല, അവർക്ക് ചേളാരി ഇന്ന് നടന്നു വരുന്ന ആ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ആണ് ഇവർ ഇവിടെ ഈ തങ്ങൾ പാപ്പ ഇവിടെ സ്ഥലം കണ്ട് വാങ്ങിക്കൊടുത്തത്. ക്ലാരിയിലുള്ള ക്ലാരിയാണ് ഇത്. അന്ന് ക്ലാരി ദേശം അംശം ദേശമാണ്, വളവന്നൂരായിട്ടില്ല. അപ്പോൾ അതാണ് ഈ വളവന്നൂർ ഈ ക്ലാരി ആയിട്ട് അറിയപ്പെടുന്നത്. ക്ലാരി പൊട്ടച്ചോല കുടുംബം എന്ന് പറഞ്ഞാൽ ഏനിക്കുട്ടി മുസ്ലിയാർക്ക് 6 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ 6 മക്കളിൽ ഒരു മകനാണ് പടിയത്ത് താമസിക്കുന്നത്. ഒരു മകന് ഏഴൂർ, ഒരു മകന് പട്ടർക്കാവിൽ, ഒരു മകന് പിന്നെ ചെല്ലൂർ പള്ളിയിൽ, പിന്നെ 2 മക്കൾ ഇവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയിരുന്നു ബ്രിട്ടീഷുകാർ വാഗൺ ട്രാജഡിയിൽ. അപ്പോൾ കൊണ്ടുപോകുന്ന വഴിക്കുന്ന് വേറെ കുറച്ച് ശക്തിയുള്ള ആളുകൾ പോയിട്ട് അവരെ ഇവിടുത്തെ കാരണന്മാരെല്ലാം കൂടി പോയിട്ട് അവരെ തിരിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺ ട്രാജഡിയിൽ പെടേണ്ട ആളുകളായിരുന്നു. അത് സെയ്താലുമല്ല അസൻമല്ല എന്ന് പറഞ്ഞ അവർ 2 പേരുമാണ് അത് ആൾക്കാരെ. അവരെ പരമ്പര എന്ന് പറഞ്ഞാൽ നോർത്ത് വളവന്നൂർ മാട്ടുപുറം പള്ളിയായിട്ട് ബന്ധപ്പെട്ട അവിടെയാണ് ഇപ്പോൾ ഈ കത്തീബന്മാരുള്ളത്. 35 കത്തീബന്മാർ ആ വകുപ്പിലിപ്പോൾ 35 പള്ളിയിൽ കത്തീബന്മാരായിട്ടുണ്ട്. അപ്പോൾ ഈ പടിയത്ത് ഏനുദ്ദീൻ മല്ല, ഏനുദ്ദീൻ മല്ലൻ്റെ മകനാണ് ഏനിക്കുട്ടി മല്ല, ഏനിക്കുട്ടി മല്ലൻ്റെ മകനാണ് മൊയ്തീൻ, പടിയത്ത് മൊയ്തീൻ. അതുപോലെ തന്നെ അഹമ്മദ്, മൂത്ത മകന് അഹമ്മദ് ഏഴൂർ. പിന്നെ അതെ മല്ലന്മാരായിട്ടാണ്. മല്ലന്മാരായിട്ട് വന്നത് ഈ മദ്രാസിൽ വന്ന ഒരു കോളനി ഉണ്ട് അവിടെ, മഖ്ദൂം കോളനി, ഇന്നും ഉണ്ട്. ആ കോളനി അവരെ കുടുംബ പരമ്പര താമസിക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയിൽ നിന്ന് വന്നതാണ്. പിന്നെ ഈ പള്ളീൻ്റെ നിർമ്മാണം വന്നപ്പോൾ പൊന്നാനിയിലേക്ക് വന്നു. പൊന്നാനി വന്നിട്ട് പിന്നെയാണ് മമ്പുറം പാപ്പൻ്റെ ആവശ്യപ്രകാരം മമ്പുറത്ത് വന്നത്. അപ്പോൾ മമ്പുറത്ത് പാപ്പ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ സ്ഥലത്തുള്ള ആളുകളെ മൂപ്പന്മാർ ഓരോ സ്ഥലത്ത് കാര്യപ്പെട്ട ആളുകളെ പോയി കാണും. അവിടെയുള്ള ആളുകളെ കണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിക്കും, അതിന് തറക്കല്ലിടും. അത് പണി കഴിയുന്നവരെ അല്ലെങ്കിൽ ചിലപ്പോൾ തറക്കല്ലിട്ട് അവിടെ നിന്ന് പോരലാണ്. അങ്ങനെ 2 പള്ളീൻ്റെ പണി നടക്കുന്ന സമയത്ത്, ചെറിയ മുണ്ടം പൊന്മുണ്ടം പള്ളി നടക്കുന്ന സമയത്താണ് മമ്പുറത്തെ പാപ്പ ഇവിടെ 2 മാസം താമസമായത്. ഈ താമസമായ സമയത്താണ് അവിടെ ആയിഷ റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരാൾ കല്യാണം കഴിച്ചത്. അതിലെ മക്കളും പരമ്പരയൊക്കെ പിന്നെ ഉണ്ടല്ലോ കൂടെ ചേർക്കുക. അപ്പോൾ ഈ ഏനിക്കുട്ടി മുസ്ലിയാർ, ഏനിക്കുട്ടി മുല്ല എന്ന് പറഞ്ഞ ആൾ ക്ലാരിയിൽ നിന്ന് അല്ലാത്ത ചേളാരിയിൽ നിന്ന് നടന്നു വരണം. ചേളാരിയായിരുന്നു താമസം, തിരുരങ്ങാടി, ചേളാരി, അങ്ങനെ താമസമുള്ള ഓരോ കുടുംബങ്ങളൊക്കെ ആയിട്ടുള്ള എവിടെയൊക്കെ പള്ളിയുണ്ട് അവിടെയൊക്കെ നമ്മളെ കുടുംബത്തിൽ ഒരംഗം അവിടെ എന്തായാലും അവിടെ ഉണ്ടാവും മുസ്ലിംമാരായിട്ട്. അവർ നടന്നു വരണം. അപ്പോൾ ഈ നടന്നു വരുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് മമ്പുറം ഈ പാപ്പ ഈ പടിയത്ത് വീട് വാങ്ങിക്കൊടുത്തത്, വീടും പറമ്പും. അത് മാനുകുട്ടൻ നായർ എന്ന് പറയും. വലിയ മാനുകുട്ടൻ നായർ കോട്ടക്കലുള്ള നമ്പൂരിമാരാണ്. ആ നമ്പൂരിമാരിൽ പിന്നെ കല്യാണം കഴിച്ച ആളുകൾ പിന്നെ നായന്മാരാവും. അങ്ങനെ ഈ നായരിരുന്ന് വാങ്ങിയ വീടാണത്. പഴയ വീട് പടിപ്പര ഉണ്ടായിരുന്നു. പടിപ്പരയും കന്നുകളും പൂട്ട് മത്സരം ഉണ്ടായിരുന്നു. പൂട്ട് മത്സരം ഇങ്ങനെയുള്ള എല്ലാ കളികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പഴയ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. വലിയ ആ തറവാടാണ് വാങ്ങിയത്. ആ തറവാട് വാങ്ങിയിട്ട് അതിൽ പിന്നെ മക്കൾ അവിടെ എല്ലാവരും താമസം. പിന്നെ ഏനുദ്ദീൻ മല്ലൻ്റെ മക്കൾ അവിടെ അതിൽ മൊയ്തീനാജി മകന് ഒക്കെ കൂടി എല്ലാം അവിടെ തന്നെ താമസാക്കി. അവിടെ താമസാക്കിയതിന് ശേഷമാണ് ഈ എല്ലാ ആളുകളും പോവും പുറത്ത്. ഗുരുക്കളാണല്ലോ, അക്ഷരം പഠിപ്പിക്കലാണല്ലോ. അപ്പോൾ ഗുരുനാഥക്കന്മാരെല്ലാ പള്ളിയിലും പോയിട്ട് ദർസ് എടുക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലെ ചിലവരും ഒക്കെ എന്താ ചെയ്യുക? അപ്പോൾ അതിന് ഒരു വഴി കണ്ടെത്തിയതാണ് മമ്പുറത്തെ പാപ്പ ഒരു ഓല എഴുതി കൊടുത്തത്, ഈ നെയ്യിൻ്റെ ഓല.
നെയ്യിൻ്റെ ഓല എഴുതി കൊടുത്ത് ചികിത്സൻ്റെ ഓല അതല്ല. ചികിത്സൻ്റെ ഓല ഏനിക്കുട്ടി മൊല്ല പരമ്പരയിൽപ്പെട്ട ഇതാണ്. അതിൽ വിഷവൈദ്യമുണ്ട്, മരുന്നുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല ചികിത്സകളും അന്ന് അവരെ കൂടുതൽ വന്ന അവരുണ്ട്. പാപ്പമാരായിട്ട് കൊടുന്ന അവരെ പുസ്തകങ്ങൾ തന്നെയാണ്, 5-6 കിതാബുകൾ ഉണ്ട്. അല്ല, അത് പരമ്പരയായിട്ട് അവിടുന്ന് കൊടുന്നതാണ്. യമനിൽ നിന്ന് കൊടുന്നതാണ്. യമൻ തരീമെന്ന് ഇതാണ്. അവിടുന്ന് വരുന്ന സമയത്ത് കൊടുക്കുന്ന പുസ്തകങ്ങളാണ്. ചെറിയ പുസ്തകങ്ങളാണ്, ഒക്കെ കയ്യക്ഷരം എഴുതിയത് അറബിയിലാണ്. ഒക്കെ അറബി എഴുതുകയാണ്. ഇപ്പോൾ അച്ചടിയൊന്നുമില്ല അന്ന്. അറബി അക്കങ്ങളും അത് പിന്നെ അതിലാണുള്ളത് ആ കിതാബിൽ. ആ നെയ്യിൻ്റെത് മാത്രം വരുമാനത്തിന് എഴുതി കൊടുത്തത് മമ്പുറത്തെ പാപ്പ. അത് പെണ്ണുങ്ങളെ അവകാശമാണ്. അവർ അവിടെ ഉണ്ടാക്കും. അവിടെ ഉണ്ടാക്കിയിട്ട് അവർ വിൽപ്പന നടത്തിയിട്ട് അതിൽ കുടുംബങ്ങളുടെ ചിലവും കഴിയും. കുടുംബത്തിൻ്റെ എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഇതിന് കിട്ടുന്ന വരുമാനം. ഈ നെയ്യ് അപസ്മാര നെയ്യ്, പാരമ്പര്യ അപസ്മാര നെയ്യ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 4 തരത്തിൽ 2-3 തരത്തിലുള്ള നെയ്യുണ്ട്. അതായത് പ്രസവത്തിന് കൊടുക്കുന്ന ഒരു നെയ്യ്, പിന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു നെയ്യുണ്ട്, പിന്നെ 12 വയസ്സിൻ്റെ മേലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന 3 തരം നെയ്യുണ്ട്. വലിയ നെയ്യ്, ചെറിയ നെയ്യ് എന്നൊക്കെ അതിന് പറയാം. അപ്പോൾ അതിലൊക്കെ എന്താ പറഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മരുന്നുകൾക്ക് കുറച്ച് എളുപ്പം കൂടിയ സൈസ് ഉണ്ടാവും. കുറച്ച് വയസ്സും പ്രായമൊക്കെ ആകുമ്പോൾ 4-ാം മാസം വയസ്സ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഗർഭസമയത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് സമയത്ത് തന്നെ ഇവർക്ക് ഈ അപസ്മാരത്തിൻ്റെ അസുഖം ഇല്ലാതിരിക്കാനുള്ള ഒരു ഇതാണ്. ഈ അസുഖത്തിന് പിന്നെ അവിടെ വന്ന മമ്പുറത്തുനിന്ന് ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. മമ്പുറത്ത് വരുന്ന ആളുകളെ ഇങ്ങോട്ട് ഈ നെയ്യിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മമ്പുറം നേർച്ച നടക്കുന്ന അന്നത്തെ നേർച്ച നടക്കുന്ന കാലത്ത് ഇവിടുന്ന് എല്ലാ വർഷവും ഇവിടുന്ന് പെട്ടി കൊണ്ടുപോയിരുന്നു. ഒരു ഇറച്ചി, ഒരു കലം ഇറച്ചിയും 1 കലം ചോറും. അപ്പോൾ പെട്ടി പോയിരുന്നു. അതിന് പകരമായിട്ട് അവിടുന്ന് ഒരു ഉരുള ചോറ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 7 കുടുംബങ്ങളിൽ പെട്ട ഒരു കുടുംബമാണ് പൊട്ടച്ചോല കുടുംബം. 7 വരവുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് പൊട്ടച്ചോല കുടുംബമാണ്. അപ്പോൾ അതിൽ ആ വർക്കത്തിന് കൊടുക്കുന്ന ഒരു ഉരുളൻ്റെ അവകാശികളാണ്. അതിന് തുടർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പിന്നെ മൊയ്തീനാജിൻ്റെ കാലം വരെ ഉണ്ടായിട്ടുള്ളൂ. അത് എന്നുവെച്ചാൽ ഒരു 100 വർഷം 110 വർഷം. ഇപ്പോൾ ഇവിടെ 300 വർഷത്തിലേറായി ഇപ്പോൾ നമ്മളവിടെ താമസമായിട്ട് ഈ പടിയത്ത്. മൊയ്തീനാജി മരിക്കണ ഇപ്പോൾ 2 തലമുറ എന്ന് വെച്ചാൽ ഒരു 130 വർഷം മുമ്പാണ്. അപ്പോൾ ഈ മൊയ്തീനാജി 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ 4 കല്യാണം കഴിച്ച സ്ഥലത്തും ഓരോ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മാട്ടൂറം പള്ളി, വളവന്നൂർ നോർത്ത് പള്ളി, പിന്നെ അതുപോലെ തന്നെ വളവന്നൂർ ജുമാഅത്ത് പള്ളി. വളവന്നൂർ ജുമാഅത്ത് പള്ളിയാണ് ആദ്യം ഉണ്ടാക്കിയത് ഈ മൊയ്തീനാജി. ഏനിക്കുട്ടി മുസ്ലിയാർ, മൊയ്തീനാജി, ഏനിക്കുട്ടി മൊയ്തീനാജിൻ്റെ മൂത്ത മകനാണ് ഏനിക്കുട്ടി മുസ്ലിയാർ. അതിലുള്ള മക്കളും പിന്നെ മറ്റുള്ള മക്കളും എല്ലാം കുടുംബങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടാണ് അവിടെ ആ സ്ഥലം വാങ്ങിയത്. അപ്പോൾ 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അന്ന് അവിടെ ഒരു കല്ലൊട്ടിജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കല്ലൊട്ടിജിൻ്റെ അടുത്തൊരു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. ആ നിസ്കാരപ്പള്ളി ഉണ്ടാക്കി ആ കല്ലൊട്ടിജി താത്തിയിട്ട് വെള്ളം നിന്ന് നിസ്കരിക്കാനൊക്കെ എപ്പോഴും ആ കുളം തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ കല്ലൊട്ടിജിയുള്ള വെള്ളം തന്നെ ഇപ്പോൾ ഒതുകൊടുക്കാനും ഉപയോഗിക്കണതൊക്കെ. അതിനപ്പുറത്ത് ഇപ്പോൾ മുസ്ലിംമാരൊക്കെ പഠിക്കാൻ വരുന്നതുകൊണ്ട്, ദർസിന് വരുന്നതുകൊണ്ട് ഇപ്പോൾ വേറെ കിണറും കളിച്ച് കിച്ചനൊക്കെ വേറെ തന്നെ ഉണ്ട്. നെയ്യിൻ്റെ കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് പച്ചമരുന്നുകളാണ്. അതായത് ബ്രേമി മുതൽ ബ്രഹ്മി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വയലിലൊക്കെ ഉണ്ടാവും. ബ്രേമി മുതൽ പിന്നെ വലിയ വന്മാരല്ലേ നമ്മളെ പീനാറി, ഈ പീനാറി മരം വരെയുള്ള ഇതുണ്ട്. 101 മരുന്നുകൾ. ഈ 101 മരുന്നുകൾ ചേർത്തുണ്ടാക്കിയിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ നീരും ഒക്കെ എടുത്തിട്ട് പശു നെയ്യിൻ്റെ വർജിൽ നെയ്യ് എടുത്തിട്ട് അതിലിട്ടിട്ട് 7 ദിവസം അണയാതെ കത്തണം. നല്ല തെങ്ങിൽ നമ്മളെ പിലാവിൻ്റെ കാതിലുള്ള പിലാവിൻ്റെ വിറകിട്ട് അത് കെടാത്ത തീയിൽ ഉള്ളു. അതിനുള്ള ഒരു വലിയൊരു ഉരുളിയുണ്ട്. ആ ഉരുളിയിൽ ഇളക്കിയും കൊണ്ട് ഇരിക്കണം. ആ കൽക്കൻ അതിൽ പിന്നെ കാടര ചോര വരുന്നുണ്ട്, കറുത്ത കോഴിയുടെ ചോര വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നാഞ്ഞളുണ്ടല്ലോ,
വിര അതിനെ പറഞ്ഞാൽ ശുദ്ധി ചെയ്യും. ആദ്യം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഇതൊക്കെ പോകും. ഒരു ദിവസം 2 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് വെറും തോട് മാത്രമേ ആകുള്ളൂ. അതൊക്കെ അതിൽ ചേരുന്നുണ്ട്. അത് ചേരുന്നുണ്ട്. അപ്പം ഇത്രയും അത് ചേരുന്നുണ്ട്. അത് അവിടെ വിടാൻ പറ്റൂല. അത് പിന്നെ അതിൻ്റെ ഒന്നാമത് അവിടുന്ന് തന്നെ വാങ്ങണം, അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ. പിന്നെ ഈ കുപ്പിയിലാക്കി കൊണ്ട് കടയിൽ വെക്കുന്നുണ്ട്. നമ്മളെ കടകളുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഒന്ന് ഓപ്പണാക്കിയതുണ്ട്, വൈലത്തൂരുണ്ട്, നിങ്ങൾ അവിടെ മറ്റിവിടെ ഉണ്ട്, കുറേ സ്ഥലത്ത്. നിർദ്ദേശത്തിൽ ഇതൊക്കെ ഉണ്ടാവുമോ? ഏത് ഈ മരുന്നിൻ്റെ ആ ഓലയിൽ അതൊക്കെ ഉണ്ടാവും. ആ ഓലയിൽ എഴുതിയ മരുന്നുകളാണ് ചേർക്കുന്നത്. ഈ ഓല ഇപ്പോൾ ഇവിടെ ഉണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ? ഓല ഇപ്പോൾ ഇവിടെ പടിയത്തുണ്ട്. ഓലയിൽ എന്തിലാണ്? അറബി ഭാഷയിൽ. അറബി ഭാഷയിൽ തകിടാണ്. തങ്ങൾ എഴുതി കൊടുത്തത്. തങ്ങളെ കൂടെയുള്ള തങ്ങളും തങ്ങളുടെ ഒരു കൂടെയുള്ളവർ തങ്ങളാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ തങ്ങളാണ് എഴുതി കൊടുത്തേക്കുന്നത്. തങ്ങൾ നേരിട്ടല്ല, തങ്ങളെ കൂടെ ഒരു തങ്ങളുണ്ടായിരുന്നു. ആ തങ്ങളാണ് അവരോട് പറഞ്ഞിട്ട് എഴുതി. എപ്പോഴും പോകുമ്പോഴും കൂടെ ഒരാളുണ്ടാവും. അവരാണ് പിന്നെ എഴുതി കൊടുത്തിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ എഴുതും. അങ്ങനെയാണ്. അപസ്മാരത്തിൻ്റെ നെയ്യാണ്, പാരമ്പര്യ അപസ്മാര നെയ്യ്. എത്രയോ വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ അത് കൊണ്ട് നടക്കുന്നത്. പിന്നെ ചികിത്സ പുസ്തകം വേറെയാണ്. ചികിത്സൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പണി ചെയ്ത ഒരു ആശാരി ഉണ്ടായിരുന്നു പടിയത്ത്. ആ പുരൻ്റെ വീടിൻ്റെ പണി കൊടുത്തൊരു ആശാരി കൊടുത്ത ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ പടിയത്ത് പിന്നെ ചികിത്സ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്. അല്ലാണ്ട് ഈ വിഷചികിത്സയും മന്ത്രചികിത്സയും ഉറുക്ക് ഐക്കല് ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഏനിക്കുട്ടി മുസ്ലിയാരുടെ അവരുടെ പരമ്പരയിൽപ്പെട്ടതാണ്. മൂത്ത മകൻ വ്യത്യസ്ത രീതിയിലാണ്. ആ കിതാബ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുറേ കാലം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് അവിടെ മദീനാജി എന്ന ആളടുത്താണ്. അറബി. ഒക്കെ അറബിയാണ്. അറബി മലയാളം കുറച്ച് വാങ്ങളേ ഉള്ളൂ. ഒക്കെ ഒറ്റമൂലികളാണ്. പിന്നെ ഈ ഓരോ ഖുർആനിലുള്ള ആയത്തുകളും സൂറത്തുകളുമാണ്. പിന്നെ അതിലെ അക്കങ്ങളാണ്. ഓരോ പിന്നെ വാചകത്തും ഓരോ ചികിത്സക്കും ഓരോ അക്കങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കള്ളിയൊക്കെ വരച്ചിട്ടുള്ള അക്കങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ചികിത്സയുടെ പരമ്പരയാണ്. അതെ. ഈ പുസ്തകങ്ങൾ പോയാൽ കാണാൻ പറ്റുമോ? പുസ്തകങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സമയം വൈകി. എപ്പോൾ വന്നാലും പകൽ എപ്പോൾ വന്നാലും നമുക്ക് പോയി കാണാം. അതും പിന്നെ ഈ എഴുത്താണിയൊക്കെ ഉണ്ട്. പിന്നെ മഷിയുണ്ട്. ഇവിടെ നോർത്ത് കൊളവന്നൂർ തന്നെയാണ്. ഇപ്പോൾ നമ്മളെ പഴയ ഞാൻ പറഞ്ഞില്ല, ഒരു പള്ളിയുണ്ട്. നമ്മളെ തറവാട് പേര് ചോലിക്കാരെന്ന് പറയും. ആ ചോലിയിലെ ആ വീടിൻ്റെ തൊട്ടടുത്താണ് ആ പള്ളി. അതിൻ്റെ താഴത്താണ് ഈ മൊയ്തീനാജി എന്ന് പറഞ്ഞ ആളെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്, സൂക്ഷിക്കുന്നത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ഉണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. ഓലുണ്ട്, പഴയ ആധാരമുണ്ട്, പഴയ റിക്കാർഡുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾ 6 പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒന്ന് വലുത്, ചെറുത്, അതിന് ചെറുതൊക്കെ അങ്ങനെ ഒക്കെ കൈയക്ഷരം കൊണ്ട് എഴുതിയതാണ്. പ്രിൻ്റ് ചട്ട മാത്രമേ കുറച്ച് കട്ടിയുള്ളൂ. അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചുതരാം. പിന്നെ എന്താ പറയുക, അത് അക്കങ്ങളും എഴുത്തുകളും ചികിത്സ, മന്ത്രചികിത്സയും വിഷചികിത്സയാണ് അതിലും കൂടുതലും. പിന്നെ പ്രസവാനന്തരം വരുന്ന വേദനകൾക്കും, പിന്നെ അതുപോലെ വേപ്പട്ടി കടിച്ചാൽ, അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ നമ്മളെ പാമ്പ് കടിച്ചാൽ, തേള്, ഇങ്ങനെയുള്ള പല ചുരുട്ട, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള മന്ത്രചികിത്സകളാണ് അതിലുള്ളത്. മന്ത്രചികിത്സ ഇന്നിപ്പോൾ ആ സൂക്ഷിപ്പുകാർ അത് അവർ ഈ മുജാഹിദ് നെതുവത്തുൽ മുജാഹിദിൻ്റെ ഇതിൽ പെട്ടതായതുകൊണ്ട് അവർക്ക് അതിനൊരു വിലയില്ല. അപ്പോൾ അത് ഞാൻ സൂക്ഷിക്കും. അത് നശിക്കൂല. അതെങ്ങനെയാലും സൂക്ഷിക്കും. കിട്ടും. അത് അവിടെ ഇരുന്ന് നോക്കിയിട്ട് അത് നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. അതിൻ്റെ ഒരു സ്കാൻ ഉണ്ട്, അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. മൊത്തം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അതിൻ്റെ ഫോൾഡർ ഞാൻ അയച്ചുതരാം. അപ്പോൾ ഈ നമ്പറിലൊരു ഹായ് വിട്ടാൽ മതി. അപ്പോൾ കേട്ടോ.